ഇപ്പോൾ CK ജാനു മാധ്യമങ്ങളെ കാണുന്നു. ഇതിനോടൊപ്പം നിന്ന് തന്നെ എല്ലാ തരത്തിലുള്ള എല്ലാ പ്രവർത്തന രീതിയിലും ഒരുമിച്ച് നിന്ന് വളരെ ശക്തമായിട്ട് UDFിൻ്റെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും എല്ലാ തലത്തിലും ചെയ്യുക എന്നാണ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് UDF? കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു. ജാതിപരമായിട്ടും കളറിൻ്റെ പേരിലും എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ടൊക്കെ അകറ്റി നിർത്തപ്പെട്ട ഒരു പിന്നോക്ക ജനതയെ ഒരു പൊളിറ്റിക്കൽ മുന്നണി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വിശാല മനസ്ഥിതി കാണിച്ച UDFിനോട് ഒപ്പം നിൽക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. UDFിനകത്ത് ഒരു ജനാധിപത്യ മര്യാദയുണ്ട്. ആ ജനാധിപത്യ മര്യാദ എന്ന് പറഞ്ഞാൽ ആളുകളുടെ പ്രശ്നം കേൾക്കാനുള്ള ഒരു പേസ് UDF പോലെയുള്ള ഒരു പ്രസ്ഥാനമാണ്, ഒരു ജനാധിപത്യ സഖ്യമാണ് ശരിക്കും കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംരംഭത്തിൻ്റെ ഒപ്പമാണ് ശരിക്കും നിൽക്കേണ്ടത്. ആ ഒരു നിലപാടാണ് ശരിക്കും JRP സ്വീകരിച്ചിട്ടുള്ളത്. പിന്നോക്ക വിഭാഗത്തിന്റെ ദുരിതം പറയുമ്പോൾ ആ നിലയിൽ തന്നെയാണ് പോരാട്ടങ്ങളുമായി CK ജാനുവിന് കേരളത്തിന് പരിചയം. അങ്ങനെ പറയുമ്പോൾ മുത്തങ്ങ ഒരു മുറിവായി നിൽക്കുന്നു. മുത്തങ്ങയിൽ ഒരു മുറിവെന്നുള്ള നിലയിൽ അത് നടന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ ഇല്ല അത് വേറെ രീതിയിലേക്ക് എന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. പക്ഷേ പൊളിറ്റിക്കലായിട്ട് ഈ ജനതയുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് UDF പോലെയുള്ള ഒരു ജനാധിപത്യ സഖ്യമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ NDA നടത്തിയിട്ടുള്ള സമരം എല്ലാവരും ഈ കേരളത്തിലുള്ള മുഴുവൻ മീഡിയയും മുഴുവൻ മനുഷ്യരും അതിനോടൊപ്പം നിന്നിട്ടുണ്ട്. എല്ലാവരും അതിൽ ജാതിഭേദമന്യേ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. അത്തരം സമരങ്ങളൊക്കെ ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരിക്കാനും സംസാരിക്കാനും എന്താണ് ആവശ്യങ്ങളെന്ന് അറിയാനും അതിൽ ഗവൺമെൻറ്റിൻ്റെ ഫോർമുല വെക്കാനും നമ്മൾ തിരിച്ചു വെക്കുന്ന ഫോർമുല അംഗീകരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാനുള്ള ഒരു സാമാന്യ ജനാധിപത്യ മര്യാദ കാണിച്ചത് UDF ആണ് ശരിക്കും. പല പ്രാവശ്യമായിട്ട് അത് എല്ലാവർക്കും അറിയാം. ഇവിടെ ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിലുണ്ടായിരുന്നപ്പോഴാണ് മുത്തങ്ങയിൽ സമരം ചെയ്ത ആളുകൾക്ക് സ്പെഷ്യൽ പാക്കേജ് വെച്ചുകൊണ്ട് മുത്തങ്ങയിൽ സമരത്തിനകത്ത് ഉണ്ടായിരുന്ന ഒട്ടും ഭൂമിയില്ലാത്ത ഭൂരഹിതരായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്ത് എടുത്ത് അവർക്ക് 283 കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സമയത്ത് നടന്നിട്ടുള്ള സമരത്തിൻ്റെ ഓരോ കാര്യം എടുത്താലും ഈ ഗവൺമെൻറ്റാണ് ശരിക്കും ആദിവാസികൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ദളിതർക്ക് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു കൂട്ടായ്മ